മടങ്ങിയെത്താം. ഇപ്പോൾ സിൻഡിക്കേറ്റ് അംഗവും CPM നേതാവുമായ ശ്രീ ഷിജു ഖാൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഷിജു ഖാൻ, ഈ വിഷയത്തിൽ ഇപ്പോൾ മോഹൻ കുന്നുമ്മലിന്റെ പ്രതികരണമാണ് കൂടുതൽ ചർച്ചയാവുന്നത്. അതായത് താൻ ഇടപെട്ട് അങ്ങനെ ഒരു ചർച്ചയ്ക്കുണ്ടായിരുന്ന സാധ്യത, അല്ലെങ്കിൽ ഒരു സെമിനാർ പ്രസന്റേഷൻ ഉണ്ടായിരുന്ന സാധ്യത താൻ ഇടപെട്ട് അപ്പോൾ തന്നെ തടയുകയാണെന്നൊരു അവകാശവാദം അദ്ദേഹം പറയുന്നു. അതേസമയം ഇന്നലെ സിൻഡിക്കേറ്റിൽ ഈ വിഷയത്തിൽ വലിയൊരു തർക്കവും ഒക്കെ ഉണ്ടായതായാണ് അറിയുന്നത്. എന്താണ് ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ളതെന്നാണ് താങ്കളുടെ അറിവ്? അദ്ദേഹത്തിലേക്ക് മടങ്ങിയെത്താം. അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഈ വിഷയത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കറിയാം, കേരള സർവകലാശാലയിലെ തമിഴ് വകുപ്പ് അവിടെ ശ്രീ ഷിജു ഖാൻ തുടരുന്നുണ്ട്. ശ്രീ ഷിജു ഖാൻ, ഈ വിഷയത്തിൽ എന്ത് സംഭവിച്ചു എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഇന്നലെ സിൻഡിക്കേറ്റിൽ ഇത് വലിയ ചർച്ചയും തർക്കവും ഒക്കെ ആയി എന്ന് അറിയുന്നു. ഇങ്ങനെ ഒരു സെമിനാർ നടത്താൻ തമിഴ് ഡിപ്പാർട്ട്മെന്റ് ആലോചിച്ചിരുന്നു, അതോ അതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു പത്രവാർത്തയിന്മേൽ ഉണ്ടായ ഒരു ചർച്ച മാത്രമായിരുന്നു ഉദ്ദേശിച്ചത്? ഇതിലൊരു ബോധപൂർവമായ ഒരു വാർത്തയുണ്ടാക്കൽ സംഭവിക്കുന്നുണ്ടോ? ഇവിടെ രാജ്യം തീവ്രവാദത്തിനെതിരെയും ഭീകരവാദത്തിനെതിരെയും ഒറ്റ മനസ്സോടെ നീങ്ങുമ്പോൾ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവരുടെ കളിപ്പാട്ടമായി കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മേൽ മാറുകയാണ് ചെയ്തത്. സിൻഡിക്കേറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഫിനാൻസ് കമ്മിറ്റി കൺവീനർ ജി മുരളീധരൻ ഇക്കാര്യങ്ങൾ ഇന്നലെ സിൻഡിക്കേറ്റ് യോഗത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും സിൻഡിക്കേറ്റ് അംഗങ്ങൾ, BJPയുടെ സിൻഡിക്കേറ്റ് അംഗങ്ങളായ 2 പേർ ഒഴികെ ബാക്കി മുഴുവൻ പേരും വൈസ് ചാൻസലറുടെ തെറ്റായ പ്രചരണങ്ങൾക്കെതിരായി നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. നടക്കാത്ത സെമിനാറിന്റെ പേരിലാണ് കേരള സർവകലാശാല വിദ്യാർത്ഥികളെ രാജ്യദ്രോഹികളെന്ന് പരസ്യമായി ആക്ഷേപിച്ച വൈസ് ചാൻസലറുടെ നിലപാട് ചോദ്യം ചെയ്യപ്പെടുന്നത്. മായ പ്രതികരണമാണ് മാധ്യമങ്ങളിലൂടെ നടത്തിയത്. സർവകലാശാലയുടെ തമിഴ് പഠന ഗവേഷണ വകുപ്പ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റുകളിൽ ഒന്നാണ്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും മറ്റ് നിരവധി പ്രദേശങ്ങളിലെയും മിടുക്കരായ പ്രതിഭാശാലികളായ വിദ്യാർത്ഥികൾ അവിടെ എത്തിച്ചേരുകയാണ്. എന്നാൽ വൈസ് ചാൻസലർ ഏതെങ്കിലും ഒരു രേഖാമൂലമുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആധികാരികമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലോ അല്ല ഈ ഘട്ടത്തിൽ തന്റെ നിലപാട് സ്വീകരിച്ചത്. മറിച്ച് പൊതുമധ്യത്തിൽ സർവകലാശാലയുടെ സൽപ്പേര് കളങ്കപ്പെടുത്താനുള്ള നീക്കമാണ് വൈസ് ചാൻസലർ സ്വീകരിച്ചത്. ഇതിനെതിരായി ശക്തമായ നിലപാട് ഞങ്ങൾ സിൻഡിക്കേറ്റിൽ ഉന്നയിക്കുകയുണ്ടായി. കേരള സർവകലാശാല പോലെ ഇന്ന് ലോകത്ത് ഏറ്റവും മികച്ച റാങ്കിങ്ങിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സർവകലാശാല എന്ന ഖ്യാതി നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ രാജ്യദ്രോഹികളെന്ന് വിളിക്കാൻ. ഡോക്ടർ ഷിജു ഖാൻ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഇത് 2ാം ഘട്ടമാണ്, അതായത് ഈ വിവാദം ഉണ്ടായതിന് ശേഷമുള്ള ബാക്കി ആണ്. പക്ഷെ ഈ വിവാദം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അതായത് ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു ചർച്ച നടത്താൻ തമിഴ് വകുപ്പിലെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ റിസർച്ച് സ്കോളർമാർ തീരുമാനിച്ചിരുന്നോ? കാരണം നമുക്കറിയാം, നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടെങ്കിലും രാജ്യം ഒരു വെല്ലുവിളി നേരിടുന്ന സമയത്ത് അത്തരം അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾക്കപ്പുറത്ത് ഒന്നിച്ചു നിൽക്കുക എന്നതാണ് പ്രധാനം. അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിരുന്നോ? സെമിനാർ ഉണ്ടായിരുന്നോ? എവിടെ നിന്നാണ് ഈ വാർത്ത വരുന്നത്? ഇങ്ങനെ ഒരു സംഭവത്തിൽ ഇടപെട്ടു എന്ന് അദ്ദേഹം പറയണമെങ്കിൽ ഒരു സംഭവം ഉണ്ടാവണമല്ലോ. ഇവിടെ നമ്മൾ കാര്യങ്ങളെ വസ്തുതാപരമായിട്ട് കാണേണ്ടതുണ്ട്. ഇപ്പോ വൈസ് ചാൻസലറുടെ ഡയറക്ഷൻ പ്രകാരം യൂണിവേഴ്സിറ്റിയിലെ തമിഴ് വിഭാഗം മേധാവിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിശദീകരണ കത്ത് നൽകുകയുണ്ടായി. അപ്പൊ നിങ്ങൾ ജേർണലിസ്റ്റുകൾ എന്ന നിലയിലും നമ്മൾ ഈ ഔദ്യോഗിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരെന്ന നിലയിലും ബന്ധപ്പെട്ട രേഖകളും അതോടൊപ്പം അതിന്റെ അടിസ്ഥാനത്തിലുള്ള ബേസിക് ആയ ഡോക്യുമെന്റ്സുകളും ഒന്ന് പരിശോധിക്കണമല്ലോ. ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കാനും അതോടൊപ്പം ഇപ്പോ ഇത്തരം രാജ്യം ഒറ്റക്കെട്ടായി ഭീകരതയ്ക്കെതിരായി അണിനിരക്കേണ്ട സന്ദർഭത്തിൽ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, വൈസ് ചാൻസലറുടെ ഡയറക്ഷൻ പ്രകാരം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇഷ്യൂ ചെയ്തിരിക്കുന്ന മെമ്മോയിൽ ഒരു ആന്റി നാഷണൽ ആക്ടിവിറ്റി സെമിനാർ
അവിടെ കണ്ടക്ട് ചെയ്യാൻ പോവുകയാണെന്നും ആ സെമിനാർ പിന്നെ നിർത്തി വെക്കണമെന്നും ആ സെമിനാർ നടത്താൻ ഉദ്ദേശിച്ചവർക്കെതിരായിട്ട് പിന്നെ നടപടി സ്വീകരിക്കണം എന്നുമൊക്കെയുള്ള നിലപാടുകൾ അദ്ദേഹം സ്വീകരിച്ചിരിക്കുകയാണ്. ഒരു സെമിനാർ യൂണിവേഴ്സിറ്റിയിൽ നടത്തണമെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ മുൻകൂറായ പെർമിഷൻ വേണം അറിയാത്ത ആളല്ല വൈസ് ചാൻസലർ. മുൻകൂട്ടി തയ്യാറാക്കപ്പെടുന്ന അതിന്റെ ബഡ്ജറ്റ് പ്രപ്പോസൽ ഉണ്ട്. സെമിനാർ നടത്തണമെങ്കിൽ മുൻകൂട്ടിയുള്ള തീരുമാനം ഉണ്ടാവണം. അതിന്റെ അടിസ്ഥാനത്തിൽ ഗസ്റ്റുകൾ ഉണ്ടാവണം. അതിന്റെ അടിസ്ഥാനത്തിൽ നോട്ടീസും ഷെഡ്യൂളും ഉണ്ടാകണം. അങ്ങനെ ഒരു നോട്ടീസോ അങ്ങനെ ഒരു ഷെഡ്യൂളോ അങ്ങനെ ഒരു പ്രപ്പോസലോ തമിഴ് ഡിപ്പാർട്ട്മെന്റിൽ ബന്ധപ്പെട്ട വിഷയങ്ങളെ ബന്ധപ്പെട്ട ദിവസങ്ങളിൽ ഒരു സെമിനാർ നടത്താനുള്ള തീരുമാനമോ ആരും കൈക്കൊണ്ടിട്ടില്ല. ശരി, ഡോക്ടർ ഷിജുഖാൻ, താങ്കളും ഒരു സർവകലാശാല ക്യാമ്പസിൽ പഠിച്ച ആളാണ്, ഞാനും സർവകലാശാല ക്യാമ്പസിൽ തന്നെ പഠിച്ച ആളാണ്, ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ. നമുക്കറിയാം ഒരു സെമിനാർ നടത്തണമെങ്കിൽ ഇതൊക്കെ വേണം. പക്ഷേ അവരുദ്ദേശിച്ചിരുന്ന ഒരു സെമിനാർ അല്ല, മറിച്ച് ലിറ്റററി ഫോറത്തിന്റെ ഒരു ചർച്ചയാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യുന്നതിൽ ഒരു ചെറിയ ശരികേടില്ലേ ഈ സമയത്ത്? നമ്മൾ കാണേണ്ടത് വൈസ് ചാൻസലറുടെ ഡയറക്ഷൻ അനുസരിച്ച് കൊടുത്ത കത്ത് നിങ്ങൾ നോക്കണം. അതില് സബ്ജക്ട് അർജന്റ് ഡയറക്ഷൻ റിഗാർഡിംഗ് സെമിനാർ ആക്ടിവിറ്റി മനസ്സിലാക്കിക്കൊള്ളണം. അവിടെ ഒരു സെമിനാർ ആക്ടിവിറ്റി നടക്കാൻ പോകുന്നു എന്ന് അവർ ഓർമ്മിപ്പിക്കുകയാണ്. ആ നോട്ടീസിൽ പറയുന്നു, ഇറ്റ് ഹാസ് കം ടു ദ നോട്ടീസ് ഓഫ് ദ വൈസ് ചാൻസലർ ദാറ്റ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് തമിഴ് ഈസ് ഓർഗനൈസിംഗ് എ സെമിനാർ ടുഡേ വിച്ച് ഈസ് അലിഗലി ആൻഡ് ആന്റി നാഷണൽ നേച്ചർ എന്ന് അദ്ദേഹം സ്ഥാപിക്കുകയാണ്. ഒരു യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ ഒരു സെമിനാർ നടത്താനോ അതുമായി ബന്ധപ്പെട്ട പ്രപ്പോസലോ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പിന്നെ തീരുമാനമോ ഇല്ലാതിരിക്കെ വൈസ് ചാൻസലർ ഏത് പരാതിയാണ്? ഒരു പരാതി ഉണ്ടാവണ്ടേ? എന്ത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വൈസ് ചാൻസലർ ഇതെല്ലാം ബോധപൂർവം കെട്ടിച്ചമച്ച് കോൺസ്പിറസി ഉണ്ടാക്കി തമിഴ് വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ അടക്കമുള്ളവരെ ആന്റി നാഷണൽ എന്ന് സ്ഥാപിക്കാനുള്ള വ്യഗ്രതയുടെ ഭാഗമായിട്ടാണ്? പിന്നെ അവിടെ ഏതെങ്കിലും ഒരു ലേഖനത്തെ സംബന്ധിച്ചോ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിൽ വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ആർട്ടിക്കിളിനെ സംബന്ധിച്ചോ ഒരു ചർച്ചയോ മറ്റോ അവിടെ നടത്തിയതായിട്ട് നമുക്കറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ലേഖനം വരികയും അതിനെ സംബന്ധിച്ച് ഒരു വിദ്യാർത്ഥി അഭിപ്രായം പറയുകയും അവിടെ വെച്ച് തന്നെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആ വിഷയം അവസാനിപ്പിക്കുകയും ചെയ്തു. ഒരു സെമിനാറും തീരുമാനിക്കപ്പെട്ടിട്ടില്ല, ഒരു സമ്മേളനവും തീരുമാനിക്കപ്പെട്ടിട്ടില്ല. ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നടന്ന ഒരു അഭിപ്രായം അപ്പോൾ തന്നെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് കൺക്ലൂഡ് ചെയ്തൊരു വിഷയത്തെ കെട്ടി ഉയർത്തി ഊതി വീർപ്പിച്ച് രാജ്യവിദ്യാവളമാണ് കേരള സർവകലാശാല എന്ന് സ്ഥാപിക്കാനുള്ള വ്യഗ്രതയല്ലേ? അതുകൊണ്ട് വി സിക്ക് എന്ത് നേട്ടമുണ്ടെന്നാണ് ഡോക്ടർ ഷിജുഖാൻ താങ്കൾ കരുതുന്നത്? അദ്ദേഹം ഇംഗ്ലീഷിലും മലയാളത്തിലും പ്രതികരണം കൊടുത്തു. ഇംഗ്ലീഷിലും മലയാളത്തിലും പ്രതികരണം കൊടുത്തത് ഇത് അദ്ദേഹം എന്താണ് അദ്ദേഹം ഈ വിഷയം കൊണ്ടുവന്നില്ല. സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ മുന്നിലേക്ക് വിഷയം കൊണ്ടുവന്നില്ല. പത്രസമ്മേളനം നടത്തി തമിഴ് വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കെതിരായി അധ്യാപകർക്കെതിരായി നിലപാട് സ്വീകരിച്ചു. അദ്ദേഹം വ്യക്തമാക്കണം, ഞങ്ങൾ സ്റ്റാൻഡ് എടുത്തത് ഈ കാര്യത്തിൽ സർവകലാശാല വൈസ് ചാൻസലറുടെ നിലപാട് തെറ്റാണ് എന്ന നിലപാട് ഞങ്ങൾ അവിടെ സ്വീകരിക്കുകയുണ്ടായി. അതായത് ഇതുകൊണ്ടുണ്ടാവുന്ന ഒരു പബ്ലിസിറ്റി അതാണോ വി സി ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണോ നിങ്ങൾ കരുതുന്നത്? അല്ല, ഞങ്ങൾ എടുത്ത നിലപാട് ഇപ്രകാരം ഒരു ഏതെങ്കിലും ഒരു സെമിനാറിനെ സംബന്ധിച്ച് ഒരു ആലോചനയും നടക്കാത്ത സാഹചര്യത്തിൽ, ഒരു സെമിനാറിനെ സംബന്ധിച്ച് ഒരു തീരുമാനവും കൈക്കൊള്ളാത്ത സാഹചര്യത്തിൽ ഒരു സെമിനാർ നടക്കുന്നു എന്ന ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ വൈസ് ചാൻസലർ ഇപ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചത് ശരിയായില്ല. രാജ്യം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമ്പോൾ കേരള സർവകലാശാല രാജ്യദ്രോഹികളുടെ താവളമാണെന്ന് സ്ഥാപിക്കാൻ അദ്ദേഹം നടത്തിയ ശ്രമം അപക്വമാണ്, അത് പക്വമല്ല എന്ന നിലപാട് ഞങ്ങൾ അവിടെ സ്വീകരിക്കുകയുണ്ടായി. ശരി, ഡോക്ടർ മോഹൻ കുന്നുമലിന്റെ പ്രതികരണം കൂടി നമ്മൾ തേടുന്നുണ്ട്, പക്ഷെ അദ്ദേഹത്തെ ഫോണിൽ ഇതുവരെയും